സിംബാബ്വെക്കെതിരെയുള്ള പരമ്പര എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കൂളായിട്ട് പോകുന്ന ഒരു സംഘമായിരുന്നു. നമ്മൾ ഈ പ്രതിഭാധാരാളിത്തം വിലയിരുത്തുന്നത് ഈ IPL ഫോർമാറ്റിലുള്ള പ്രകടനം വെച്ചിട്ടാണ്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആഭ്യന്തര ഫോർമാറ്റ് IPL ആണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ 35 വയസ്സുകാരനായ ഷമി ഇന്ത്യയുടെ അവസാന മത്സരം കളിച്ചു കഴിഞ്ഞോ എന്ന് പോലും സംശയമേറുകയാണ്. നമ്മളുള്ള മുതിർന്ന കളിക്കാരെ പാടെ അവഗണിച്ചുകൊണ്ട് യുവാക്കളെ പരിഗണിക്കുന്നതിലുള്ള ഒരു പ്രശ്നം അവിടെ തീർച്ചയായിട്ടും അവിടെ വരുന്നുണ്ട്. ഈ മാറ്റങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആൾ ഗംഭീറാണ്. അതുകൊണ്ട് തന്നെ ഈ ടീമിനെ വെച്ചിട്ട് ഇനിയും തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഭീറിനും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിട്ട് പോകും. ഈ വൈഭവ് സൂര്യവംശി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ടിക്കറ്റ് വലിയ രീതിയിൽ സെല്ല് ചെയ്യുന്നുണ്ട്. ഈ IPL പോലും ഔട്ടായതിനു ശേഷം അയാൾ ഭയങ്കര വികാരാധീനനാവുന്നത് അത് അയാളുടെ പ്രായത്തിൻ്റെയാണ്. അപ്പോൾ സഞ്ജുവിനെ ഒഴിവാക്കിയ സഞ്ജു എന്ന് പറയുന്നത് ലോകകപ്പിൽ നമ്മുടെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സഞ്ജുവിനെ എങ്ങനെ മാറ്റും എന്നുള്ള ചോദ്യമുണ്ട്. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ ആവേശം പതിയെ നമ്മളെ വിട്ടുപോവുകയാണ്. ലോകകപ്പ് സ്പെയിൻ ജയിച്ചു, അർജൻറ്റീന രണ്ടാമതും ലോക ജേതാക്കളായി മാറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും പതിയെ ക്രിക്കറ്റിൻ്റെ ആ തിരക്കിലേക്ക് വരികയാണ്. ഇന്ത്യ വീണ്ടും ഒരു പരമ്പര കളിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, 2 വലിയ വിദേശ പരമ്പരകൾ തോറ്റമ്പി നിൽക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത്. വീണ്ടും ഇറങ്ങാൻ പോകുന്ന സിംബാബ്വെക്കെതിരെയാണ്. അവിടെയെങ്കിലും ഒരു തിരിച്ചുവരവുണ്ടാകുമെന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. എനിക്കിപ്പം ദിവിൻ മാനന്തവാടിയുണ്ട്, ഒപ്പം മുഹമ്മദ് ജസീമാണ് ചേരുന്നത്. ദിവിൻ, ഇത് നമ്മൾ മുമ്പൊക്കെ ആണെങ്കിലേ സിംബാബ്വെ പര്യടനം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി അങ്ങ് വെക്കാമായിരുന്നു. നമ്മൾ ഇന്ത്യ ജയിച്ചു, പരമ്പര സമ്പൂർണ്ണമായിട്ട് ജയിച്ചു എന്നൊക്കെ. പക്ഷേ അതൊന്നും അല്ല, കാലഘട്ടം മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ T20 ലോകകപ്പിൽ പോലും അട്ടിമറികൾ തീർത്തവരാണ് സിംബാബ്വെ ടീം. അയർലൻഡിൽ 2-0 തോറ്റു, 2 മത്സരങ്ങൾ തോറ്റു. ഇംഗ്ലണ്ടിൽ 5 മത്സരങ്ങളുടെ പരമ്പര, ഒരു മത്സരം മഴയെടുത്തത് കൊണ്ട് മാത്രം നമ്മൾ നാണം കെട്ടില്ല എന്നുള്ളേ ഉള്ളൂ. 2020 പരമ്പര സമ്പൂർണ്ണമായിട്ട് തോറ്റു. അതിനുശേഷം നടന്ന ഏകദിന പരമ്പരയും ഇന്ത്യ നഷ്ടപ്പെടുത്തി. അപ്പോൾ നമുക്ക് പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ സിംബാബ്വെക്കെതിരെ നമ്മൾ ആശങ്കകൾ കൂടാതെയാണ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ഒരുപാട് മത്സരങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ, മുൻപ് തൊട്ടേ മത്സരങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ. അപ്പോൾ സിംബാബ്വെ തീർച്ചയായിട്ടും ഒരു ത്രട്ടാണ്. ഇന്ത്യ ഒരു ഡൗൺ പ്ലേ കളിക്കുന്ന സമയവുമാണ്. നമുക്കൊരു തിരിച്ചുവരവ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ ഹരാരയിൽ? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു 2 പരമ്പര തോറ്റു എന്നുള്ളൊരു പ്രഷർ ടീമിൻ്റെ മേലുണ്ട്. പുതിയ ക്യാപ്റ്റൻ, ഒരു കൂട്ടം പുതിയ പ്ലെയേഴ്സ്, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്ക് അത് മുതൽക്കൂട്ടാക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് കുറവാണ്. പക്ഷെ അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചായിട്ട് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഒരുപക്ഷെ ശ്രമിച്ചേക്കും. കാരണം പ്രഷർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. കാരണം പുതുതായിട്ട് അവസരം കിട്ടുന്നു, കളി തോറ്റ് നിൽക്കുന്നു. ഇപ്പം ക്യാപ്റ്റന് തൊട്ട് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. തിലക് വർമ്മയ്ക്ക് പ്രൂവ് ചെയ്യണം. അപ്പം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് എല്ലാവർക്കും പ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പായി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ സിംബാബ്വെ പര്യടനം പലപ്പോഴും നമ്മൾ ഒരു ടീമിനെ രൂപപ്പെടുത്തിയെടുക്കാനോ അല്ലെങ്കിൽ പുതിയ കളിക്കാർക്ക് അവസരം കൊടുക്കാനോ ഒക്കെ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ സിംബാബ്വെ ടീം അങ്ങനെ എഴുതിത്തള്ളേണ്ട ഒരു ടീമല്ല. ഇപ്പം നമുക്ക് ഓസ്ട്രേലിയനെ തോപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ശ്രീലങ്കനെ തോപ്പിച്ചു. അപ്പോൾ അത്തരത്തിൽ അവരും എന്താ പറയുക, ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ പറ്റിയ ഒരു ടീമാണ്. പിന്നെ ഇപ്പോൾ ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ഈ ഇംഗ്ലണ്ടിലുണ്ടായ ദൗർബല്യവും കാര്യങ്ങളൊക്കെ വളരെ സുവ്യക്തമാണ്. ഇപ്പോൾ സ്പിൻ കളിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർ വീക്കാവുന്നുണ്ട്. അപ്പം ഒരുപാട് ദൗർബല്യങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ആ ഒരു വീക്ക്നെസ് മുതലെടുത്തുകൊണ്ടും അവരുടെ ഹോം ഗ്രൗണ്ടിൻ്റെ ഒരു ആനുകൂല്യം മുതലെടുക്കാനുമായിരിക്കും സിംബാബ്വെ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഒരു യങ് ജനറേഷന് പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരമാണിത്. അതുപോലെ തന്നെ ഇപ്പോൾ സഞ്ജുവിനെ ടീമിനെ മാറ്റി നിർത്തിയത് നമ്മളത് അതെ, സഞ്ജു ട്രാക്ക് റെക്കോർഡുള്ള മണ്ണാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ടീം പരാജയപ്പെട്ടാൽ അതിപ്പം ശ്രേയംസിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള ക്യാപ്റ്റൻസിക്ക് അടക്കം വെല്ലുവിളി ഉയർത്തുന്ന ഒരു സീരീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൂവ് ചെയ്യാന്നുള്ളത് വലിയ ഉത്തരവാദിത്വം ടീമിൻ്റെ മേലുണ്ട്. അതുപോലെ തന്നെ ഗംഭീർ, ഈ മാറ്റങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആൾ ഗംഭീറാണ്. അതുകൊണ്ട് തന്നെ ഈ ടീമിനെ വെച്ചിട്ട് ഇനിയും തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഭീറിനും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സീരീസ് ആയിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച്. സിംബാബ്വെ സീരീസിനകത്ത് ഒരു തർക്കമില്ല. ഇന്ത്യ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ അവർക്ക് നല്ലൊരു പേസ് ബോളറുണ്ട്, ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള സ്പിന്നേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ട്രാക്കായിരിക്കും. ഒരു കാരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ നല്ല എക്സ്പ്ലോസീവായിട്ട് ഭയങ്കര വെട്ടിക്കെട്ട് ബാറ്റ് ചെയ്യണ ബാറ്ററാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ എന്താ പറയുക, സിംബാബ്വെ ടീമും വളരെ ഇപ്പം നിലവിലുള്ള ഇന്ത്യൻ ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അവരും അത്ര മോശക്കാരല്ല. എക്സ്പീരിയൻസിൽ മാത്രമാണ് അവർ കുറച്ച് പുറകിലുള്ളൂ. കാരണം ഇന്ത്യൻ പ്ലേയേഴ്സിന് ഇപ്പോൾ ഇന്ത്യൻ ടീമിലുള്ള പുതുമുഖങ്ങളും നമ്മൾ പറഞ്ഞ പ്ലേയേഴ്സിനായാൽ പോലും IPL കളിച്ച് അവർക്ക് കുറച്ചുകൂടെ കൂടി എക്സ്പീരിയൻസ് ഉണ്ട്, മാച്ച് എക്സ്പീരിയൻസ് ഉണ്ട് T20. പക്ഷേ അത്രയും മാച്ച് എക്സ്പീരിയൻസ് സിംബാബ്വെ കളിക്കാർക്ക് ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും അവരതിനെ മറികടന്നിട്ട് അവരെന്തായി കഴിഞ്ഞാൽ അവരൊരു ഫൈറ്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ജസിമ ഞാൻ പുതിയ ടീമിനെ നോക്കുമായിരുന്നു. ശ്രേയസ് അയ്യരും തിലക് വർമ്മയും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായിട്ട് ഈ പരമ്പരയിലുണ്ട്. അഭിഷേക് ശർമ്മ സ്വാഭാവികമായിട്ടും ഓപ്പണറായിട്ടുണ്ട്. അശോക് ശർമ്മ എന്ന് പറയുന്നൊരു പുതിയ ബൗളർ വരുന്നുണ്ട്. ഇന്ത്യൻ ടീമിൽ അരങ്ങേറാൻ കാത്തിരിക്കുന്ന ഒരു ബൗളറാണ് അദ്ദേഹം. പിന്നെ ശിവൻ ദുബെ, ഹർഷ ദുബെ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അഫ്ഗാനിസ്ഥാനെതിരെയുള്ള. ഇഷാൻ കിഷനും മറ്റൊരു അമ്പരപ്പിക്കുന്ന കാര്യം പ്രവ് സിമ്രാൻ സിംഗ്. നമ്മൾ അദ്ദേഹം IPL കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പഞ്ചാബിൻ്റെ ഓപ്പണിംഗ് വെടിക്കെട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഇയാളെ പരീക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഒരർത്ഥത്തിൽ നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു സെലക്ഷൻ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സഞ്ജുവിന് വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് 2 പേര്, അതായത് ഇനി അങ്ങോട്ട് ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പറെ സംബന്ധിച്ച് T20യിൽ ഈ 2 പേര് അല്ലെങ്കിൽ കൂടുതൽ പേരുകൾ സഞ്ജുവിന് മുകളിലായിട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം. പ്രിൻസ് യാദവ് അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ചില കളികളിൽ 3 വിക്കറ്റുകളൊക്കെ എടുത്തിരുന്നു കഴിഞ്ഞ അയർലൻഡിലും ഒപ്പം ഇംഗ്ലണ്ടിലുമായിട്ട്. രവി ബിഷ്ണോയി പരാജയപ്പെട്ട ഒരു കളി ഇന്ത്യയെ തോൽക്കുന്നതിലേക്ക് നയിച്ച രവി ബിഷ്ണോയി സ്പിന്നറായിട്ട് ടീമിൽ ഇടം പിടിക്കുന്നു. റിങ്കു സിംഗിൻ്റെ ഒരു മടങ്ങി വരവ് ടീമിലുണ്ട്. പിന്നെ നമ്മൾ പറയാൻ ഒരുപക്ഷെ ആദ്യം പറയേണ്ട പേരാണ് വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയെ നമുക്കറിയാം, ഇംഗ്ലണ്ടിനെതിരെ ദയനീയമായി ആദ്യം 3 കളികളും അദ്ദേഹം ലോ സ്കോറിൽ പുറത്താകുന്നു. പിന്നെ അത്ഭുതപ്പെടുത്തുന്നത് സുയാൻഷ് ഹെഗ്ഡെ എന്ന് പറയുന്ന അദ്ദേഹം വീണ്ടും ടീമിലേക്ക് ഇടം വരികയാണ്. ഇംഗ്ലണ്ടിനെതിരെ ഒരു കളി കളിക്കുന്നു, 7 റൺസുമായിട്ട് പുറത്താകുന്നു. അയർലൻഡിനെതിരെ അരങ്ങേറ്റത്തിൽ 1 റൺസിൽ പുറത്താകുന്ന ഒരു കക്ഷിയാണ്. മയാങ്ക് യാദവ് എന്ന പുതിയ ബൗളർ വരുന്നു, യാഷ് താക്കൂർ എന്ന പുതിയ ബൗളർ വരുന്നു. ഇതാണ് കളിക്കാൻ പോകുന്ന സിംബാബ്വെക്കെതിരെ കളിക്കാൻ പോകുന്ന ടീം എന്ന് പറയുന്നത്. മറുഭാഗത്ത് നമുക്കറിയാം മുസർബാനിയുണ്ട്, ഒപ്പം ബ്രാൻ ബെൻഡറ്റ്, സിക്കന്ദർ ആസാദ് എന്ന് പറഞ്ഞ ക്യാപ്റ്റനുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ബ്രാഡി വാൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരമ്പരയെ കൊണ്ട് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും? ഇപ്പം ദിവിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. മുമ്പ് നമ്മളൊരു പുതിയ ടീമിനെ അല്ലെങ്കിൽ യുവാക്കളെ പരീക്ഷിക്കാനായിരുന്നു ലക്ഷ്യമിടുന്നതെങ്കിൽ ഈ മത്സരം എന്ന് പറഞ്ഞാൽ, ഈ പരമ്പര എന്ന് പറഞ്ഞാൽ അതിജീവനത്തിൻ്റെതാണ്. തുടർച്ചയായി 3ാമതൊരു പരമ്പര കൂടി നഷ്ടപ്പെട്ടാൽ ഒരുപാട് തലകൾ ഉരുളും, ക്യാപ്റ്റൻ്റെയും കോച്ചിൻ്റെയും അടക്കം. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മത്സരത്തിൽ നേരത്തെ ഇപ്പോൾ ദീപൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ സിംബാബ്വെക്കെതിരെയുള്ള പരമ്പര എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കൂളായിട്ട് പോകുന്ന ഒരു സംഘമായിരുന്നു. തീർച്ചയായിട്ടും അവിടെ ഒരു വൈറ്റ് വാഷ് ഒരു രീതിയിൽ അവിടെ നിന്ന് ആ രീതിയിൽ പോരുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നമ്മൾ കാണാറുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് സിംബാബ്വേയിലേക്ക്, അതായത് നാളെ മത്സരം തുടങ്ങുകയാണ്, ആ മത്സരത്തിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യ വലിയ സമ്മർദ്ദത്തിലാണ് എന്നുള്ളത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാവുന്നതാണ്. ഒന്ന് പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ തന്നെയാണ്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വലിയ പ്രതീക്ഷയോടെ എത്തുന്നത് അയർലൻഡിനെതിരെയുള്ള പരമ്പരയാണ്. 2 മത്സരമാണ്, തീർച്ചയായിട്ടും ഇന്ത്യക്ക് വിജയിക്കാവുന്ന മത്സരം തന്നെയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കരുതിയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ക്രിക്കറ്റിൽ ഇപ്പോൾ അയർലൻഡിനെയും അതുപോലെയുള്ള ഒരു ടീമുകളെയും നിസ്സാരമായി കാണാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു അന്നത്തെ ആ മത്സരം എന്ന് പറയുന്നത്. ആ രണ്ട് മത്സരവും രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് കേവലം 1 റൺസിനാണ് ഇന്ത്യ തോൽക്കുന്നത്. പക്ഷേ അതും അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് അത് തീർച്ചയായും പ്രധാനമാണ്. ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വിജയം. അതെ, അതായത് ആദ്യമായിട്ട് അയർലൻഡ് ഇന്ത്യയോട് ജയിക്കുന്ന ഒരു രീതിയിൽ, ആ രീതിയിലേക്ക് ഇന്ത്യൻ ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ത്യ IPL എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ്, അത് ഇന്ത്യയുടെ യുവതാരങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ടൂർണമെൻറ്റ്, അതിനൊക്കെ ശേഷം ഇന്ത്യ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റിലേക്ക് പിന്നീട് കടക്കുകയാണ്, അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക്. അപ്പോൾ ആ സമയത്താണ് അയർലൻഡിനെ കൊണ്ട് തോൽക്കുന്നു. അത് ശ്രേയസ് അയ്യരുടെ ആദ്യ ക്യാപ്റ്റൻസി തന്നെ വലിയ ആശങ്കയിലാകുന്ന ഒരു കാര്യമാകുന്നു. പിന്നീട് ഇംഗ്ലണ്ടിനോടുള്ള മത്സരം വരുന്നു, അതും ഇന്ത്യക്ക് വലിയ നിരാശ. അതായത് 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 4 മത്സരങ്ങൾ തീർച്ചയായിട്ടും കളിച്ചു, ഒരു മത്സരം ഒഴിവാക്കിയെങ്കിൽ പോലും. അപ്പോൾ ആ മത്സരത്തിലും തീർത്തും നമ്മൾ പരാജയപ്പെടുന്നു. 4-0 എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ഇത് വരുന്നു. തുടർന്നുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള ODIയിലാണെങ്കിലും ഏകദിന ക്രിക്കറ്റിലാണെങ്കിൽ പോലും അവിടെയും ഇന്ത്യക്ക് 3 പരമ്പര കളിക്കുന്നു, അതിൽ 2 തോൽക്കുന്നു. പക്ഷേ അങ്ങനെ ഇന്ത്യ ഒരു സമ്മർദ്ദത്തിലാകുന്ന ഒരു ഘട്ടത്തിലാണ്. ഇതിനിടയിൽ നമുക്ക് വിജയിച്ചു എന്ന് പറയുന്നത് ഇന്ത്യ ഈ ഒരു നിരയിൽ വിജയിച്ചത് അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൽ മാത്രമാണ്. ഒരു ടെസ്റ്റും പിന്നീടുള്ള മത്സരങ്ങളൊക്കെ വിജയിച്ചു എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന് വക നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇങ്ങനെ പോകുന്ന ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് യുവാക്കളെ കൂടുതലായിട്ട് പരിഗണിക്കുന്നുണ്ടെന്ന്. അത് ഒരു കണക്കിന് നമുക്ക് ആശ്വാസം പകരുന്നത്, അതല്ലെങ്കിൽ അവസരം നൽകുന്നുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും, നമ്മളുള്ള മുതിർന്ന കളിക്കാരെ പാടെ അവഗണിച്ചുകൊണ്ട് യുവാക്കളെ പരിഗണിക്കുന്നതിലുള്ള ഒരു പ്രശ്നം അവിടെ തീർച്ചയായിട്ടും അവിടെ വരുന്നുണ്ട്. പലപ്പോഴും ഇപ്പോൾ നമ്മുടെ താരങ്ങളൊക്കെ ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെ കുറിച്ച് തന്നെ പറഞ്ഞാൽ, വൈഭവ് സൂര്യവംശി എന്ന താരത്തെ നമ്മൾ എങ്ങനെയാണോ IPL കണ്ടത്, IPL അദ്ദേഹത്തിൻ്റെ വെടിക്കെട്ട്, അതിൻ്റെ മാസ്മരിക പ്രകടനം നമ്മൾ കണ്ട് അവിടെ അദ്ദേഹം ഇനി വരുന്ന ടൂർണമെൻറ്റുകളിൽ നിർബന്ധമായിട്ട് ഉണ്ടാകണമെന്ന് നമ്മുടെ സുനിൽ ഗാവസ്കറും അതുപോലെ കപിൽ ദേവും ഉൾപ്പെടെയുള്ള രവിശാസ്ത്രി ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം മുറവിളി കൂട്ടുക, അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു. ഏഷ്യൻ ഗെയിംസ് വരെയുള്ള ടീമുകളിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നുണ്ട് അത് പ്രഖ്യാപിച്ച സമയത്ത്. അങ്ങനെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി, പക്ഷേ അയർലൻഡിനെതിരായ മത്സരത്തിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല. അത് പിന്നെ അദ്ദേഹം വരുമെന്ന്, അതായത് ഈ വൈഭവ് സൂര്യവംശി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ടിക്കറ്റ് വലിയ രീതിയിൽ സെല്ല് ചെയ്യുന്നുണ്ട്.
അതോടൊപ്പം തന്നെ അവിടെ ഗ്യാലറി താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കുന്നുണ്ട്. അത് മാർക്കറ്റ് ഭയങ്കരമായിരുന്നു. കാരണം വൈഭവ് സൂര്യവംശി എന്നുള്ള താരം IPL നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു താരമാണ്. അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് കാണാൻ തന്നെ അവിടെ ആളുകൾ എത്തി. അദ്ദേഹത്തെ 2 മത്സരത്തിലും കളിപ്പിക്കുന്നില്ല. പിന്നീട് വരുന്ന ഇംഗ്ലണ്ട് പരമ്പരയിലും അദ്ദേഹത്തെ കളിപ്പിക്കാതായതോടുകൂടി ആദ്യ മത്സരത്തിൽ കളിപ്പിക്കാതായതോടുകൂടി വലിയ സമ്മർദ്ദം. അത് ആ സമയത്ത് സഞ്ജു സാംസൺ നിരാശപ്പെടുത്തുന്ന രീതിയിൽ പ്രകടനം നടത്തുന്നു. അതുപോലെ തന്നെ തിലക് വർമ്മ ഉൾപ്പെടെയുള്ളവരൊക്കെ വലിയ നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അന്ന് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് വൈഭവിനെ ഇറക്കണമെന്നുള്ള മുറവിളി വരുന്നു. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ ഇറങ്ങുന്നു. പക്ഷെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയുന്നില്ല. 14, 14, 15. അതെ, ഈ 3 രീതിയിലാണ് അന്ന് 13, 14, 15 എന്നുള്ള രീതിയിലേക്ക് ആർച്ചറിനെ പോലെ ഒരു ബോളർ, അതെ അതെ ഇവന്റെ വീക്ക്നെസ് എല്ലാം അറിയുന്ന ഒരു ബോളർ അവര് നെറ്റ്സില് കളിച്ച് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വീക്ക്നെസ് കൃത്യമായിട്ട് ആർച്ചർ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അദ്ദേഹത്തെ കൊണ്ടിട്ട സാഹചര്യം മോശമായി തോന്നുന്നു അല്ലേ? ഇന്ത്യയെ കളിപ്പിച്ച് അന്ന് കൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി കൊണ്ടുപോകേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ആദ്യത്തെ അയർലൻഡ് പര്യടനത്തിൽ തന്നെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനായിരുന്നു. പക്ഷെ അവിടെ ചോദ്യം ഉണ്ട്, ആരെ മാറ്റണമെന്നല്ല. ഇന്ത്യക്ക് വലിയ പ്രതിസന്ധി അതാണ്, ആരെ മാറ്റണം. അപ്പൊ സഞ്ജുവിനെ ഒഴിവാക്കിയ സഞ്ജു എന്ന് പറയുന്നത് ലോകകപ്പിൽ നമ്മുടെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സഞ്ജുവിനെ എങ്ങനെ മാറ്റും എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്രതിസന്ധി മൊത്തത്തിൽ ആ ടീമിലും ആ ക്രിക്കറ്റ് കളിയിലും ഇന്ത്യയുടെ ഒരു നിലനിൽപ്പിനും ബാധിക്കുന്ന രീതിയിൽ മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അത് മാറ്റിയെടുക്കേണ്ടത് ഈ സിംബാബ്വെ പര്യടനത്തിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി മാറ്റങ്ങൾ എന്നല്ല, ഇനി അന്തിമ 11 വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി കാണേണ്ടതുണ്ട്. കാരണം നേരത്തെയൊക്കെ പറയുന്നത് ഒരു ഇന്ത്യൻ എ ടീമിനെ പറഞ്ഞാൽ മതിയായിരുന്നു സിംബാബ്വെനെ കൊണ്ട്. അപ്പോൾ സിംബാബ്വെനെ കൊണ്ട് ഇന്ന് അതുപോരാ. അത് അയർലൻഡ് അത് തെളിയിച്ചു. കാരണം അയർലൻഡിനെ നമ്മൾ അങ്ങനെ കണ്ടത് ഒരു പക്ഷേ അയർലൻഡൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് ഇടാമെന്നുള്ള രീതിയിൽ. കാരണം അതുപോലെയുള്ള ബാറ്റർമാരൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ സഞ്ജു സാംസൺ ഏത് നിമിഷം അടിച്ച് ഒതുക്കാവുന്ന ആളുണ്ട്. അതുപോലെ അഭിഷേക് ശർമ്മയുണ്ട്. അതൊക്കെ IPL നമ്മളിവിടെയൊക്കെ പീക്ക് ലെവലിൽ കണ്ടതാണ്. പക്ഷേ അവരൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പലപ്പോഴും ബൗളർമാർ, ഇന്ത്യയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ട് ഇന്ന് മാറുന്നത് ബൗളർമാർ. ഒരു T20 ഒരു സ്പെഷ്യലിസ്റ്റ് പേസറെയോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പലപ്പോഴും പല ആളുകളും നിരാശപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് ഇന്ത്യയുടെ ഒരു പ്രകടനം പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നിര പറയുമ്പോൾ ഹർഷിത് റാണയൊക്കെ അദ്ദേഹത്തിന്റെ ഉൾപ്പെടുന്നുണ്ട്. അതെ, സ്ഥിരതയില്ലാത്തൊരു പ്രകടനം അദ്ദേഹം എങ്ങനെ ഉൾപ്പെടുത്തുന്നുള്ളതാണ്. ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, പ്രതിഭാധാരാളിത്തം എന്നുള്ളത്. നമ്മൾ ഈ പ്രതിഭാധാരാളിത്തം എന്നുള്ളത് വിലയിരുത്തുന്നത് ഈ IPL ഫോർമാറ്റിലുള്ള പ്രകടനം വെച്ചിട്ടാണ്. IPL സംബന്ധിച്ച് നമുക്കറിയാം, ബൗളേഴ്സിനെ ഒട്ടും ഹെൽപ്പ് ചെയ്യാത്ത വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള പിച്ചിലാണ് ഈ ആളുകൾ എടുത്ത് സ്റ്റാൻഡ് ചെയ്തിട്ടൊക്കെ സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ എന്നുള്ള രീതിക്ക് ഹിറ്റ് ചെയ്ത് കളിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഈ വളരെ പ്രകീർത്തിക്കപ്പെടുന്ന ഇപ്പം ഇന്നത്തെ കാലത്ത് കളി മാറി എന്നൊക്കെ പറയുമ്പോഴും ഒരു ബേസിക്സ് ഉണ്ട്. സ്റ്റിക്ക് ടു ദ ബേസിക്സ് എന്നുള്ളതാണ് എപ്പോഴും പരാജയപ്പെടുമ്പോൾ ഏത് ഫീൽഡിലായാലും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മൾ സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ എന്നുള്ളൊരു പോളിസിയിലാണ് ഈ പ്ലെയേഴ്സ് എല്ലാം കളിക്കുന്നത്. അത് എത്രമാത്രം ഈ ഫ്ലാറ്റ് പിച്ച് അല്ലാത്ത ഒരു പിച്ചിൽ, അതായത് സ്പിന്നിന് അനുകൂലമായ ഒരു പിച്ചിലോ പേസിന് അനുകൂലമായ ഒരു പിച്ചിലോ അത് എത്രമാത്രം ഡെലിവർ ആവും എന്നുള്ള കാര്യം ഒരു ഇംഗ്ലണ്ട് പര്യടനം കഴിഞ്ഞപ്പോൾ നമുക്കൊരു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാധാരാളിത്തം എന്നുള്ളത് ഈ എല്ലാ ബോളും 6ഉം 4ഉം അടിക്കണതാണ് പ്രതിഭയുടെ ഒരു പ്രകടനം എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ബേസിക്കലി. കാരണം ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, സച്ചിൻ എങ്ങനെ വേണേലും ഹിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഹിറ്റ് ചെയ്യാനും ഡ്രൈവ് ചെയ്യേണ്ടത് ഡ്രൈവ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു അയാളുടെ ബേസിക്സ് പെർഫെക്റ്റ് ആയിരുന്നു. സൗരവ് ഗാംഗുലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് 6 അടിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് ഗാംഗുലി. ഓഫ് സൈഡിലൊക്കെ ഗാംഗുലിയുടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ അറിയാം. അപ്പോൾ നമ്മുടെ മീൻസ് അവർക്കൊക്കെ ഒരു അവരുടെ ഒരു എന്താ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിരുന്നു അവരുടെ ബാറ്റിംഗ് സൗണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ പ്ലെയേഴ്സിന് അത് എത്രമാത്രം ഇപ്പോൾ നമുക്ക് വളരെ അപൂർവം. ഇപ്പോൾ ഗില്ല് കുറച്ചുകൂടെ കൂടി ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയറാണെന്ന് നമുക്ക് പറയാം. ശ്രേയംസിനും ആ ഒരു സംഭവമുണ്ട്. ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൂര്യയുടെ കാര്യത്തിലും അത് പറയാം. ഇപ്പം രോഹിത്തും, ഞാൻ പറയണത് ഇപ്പം കഴിഞ്ഞ ജനറേഷൻ രോഹിത് ആയാലും ഇപ്പം വിരാട് കോഹ്ലി ആയാലും അവരുടെ ആ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ്റെ ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ആവാൻ പറ്റിയ ആളുകൾ കുറഞ്ഞു. അപ്പം നമ്മൾ ഈ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിനെ ട്രീറ്റ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. നമ്മളിതിൻ്റെ എല്ലാം ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആഭ്യന്തര ഫോർമാറ്റ് IPL ആണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചു കഴിഞ്ഞു. രഞ്ജി ട്രോഫി പോലെയോ കുച്ചുബി ഒരുപാട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ കൂടി പെർഫെക്റ്റ്ലി സൗണ്ടഡ് ആയിട്ടുള്ള പിച്ചുകൾ, അങ്ങനെയുള്ള പിച്ചുകളായിരിക്കും. അപ്പം ഇത്തരത്തിൽ കടന്നു വരണ ഒരു സ്പേസ് ഇട്ട് ഒരു നെറ്റ്സിൽ പോലും ബോളറിഞ്ഞ് ഇപ്പം വിരാട് കോഹ്ലിക്കെതിരെ ഒരു ഓവർ ബോൾ
ചെയ്തിട്ട് വിരാട് കോഹ്ലിന് 6 ബോളും കുഴക്കി കഴിഞ്ഞാൽ അവനെ ടീമിട്ട് എടുക്കണ പോലത്തെ രീതിയിട്ട് IPL ടീമുകളും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ഘടകങ്ങൾ നിലവിൽ ഇപ്പോൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രതിഭാധാരാളിത്തം എന്ന് പറയുമ്പോൾ ഈ പ്രതിഭകൾ ആരായിരിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യൻ ടീമിനെ ഒരു മോൾഡ് ചെയ്തെടുത്തൊരു സ്വഭാവം നമുക്ക് ഇപ്പോൾ 83 ഇന്ത്യ ലോകകപ്പ് നേടുമ്പോഴാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് ഭയങ്കര ഫ്ലറിഷ് ആവുന്നത്. ആ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയായിട്ടുള്ള ഒരു ചേഞ്ച്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറും കപിൽ ദേവിൻ്റെ ഒപ്പം ശ്രീകാന്തിൻ്റെ ഒക്കെ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് സച്ചിൻ. അതിനുശേഷം സച്ചിൻ വരുന്നു. ഒരു 96 ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ടീം അത് 96 ലോകകപ്പിൽ ഇന്ത്യയുടെ പരാജയം ഇന്ത്യൻ ടീം അതിനുശേഷമുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഒരു പ്രോഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഗാംഗുലി, സച്ചിൻ, അന്നൊരു ഒറീസ എന്നൊരു താരമാണ് ദേവാശിഷ് മൊഹന്തി, ഇന്ത്യയുടെ ഏറ്റവും നല്ല സ്വിംഗ് ബോളർ അയാളാണെന്ന് വേണേൽ ഞാൻ പറയാം. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് റോബിൻ സിംഗ്, ഇന്ത്യ ഒരു കാലത്ത് ഉപയോഗിക്കാതിരുന്ന വളരെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് നല്ല ഫോമായിട്ടുള്ള റോബിൻ സിംഗിനെ അടക്കം ഇന്ത്യ ഉപയോഗിച്ച് അങ്ങനെ ഒരു ടീം വരുന്നു. അങ്ങനെ സച്ചിൻ, ഗാംഗുലി, ലക്ഷ്മൺ, ദ്രാവിഡ് എന്ന് പറയുന്ന സെവാഗ് വളരെ സോളിഡായിട്ടുള്ള ബാറ്റേഴ്സും അതോടൊപ്പം തന്നെ ശ്രീനാഥ്, നെഹ്റ, അഗാർക്കർ, കുംബ്ലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ വളരെ സോളിഡായിട്ടുള്ള ബൗളേഴ്സും ഒക്കെയുള്ള ഒരു ഇന്ത്യൻ ടീം. ഈ ടീമിനകത്തേക്കാണ് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ ആളുകൾ അവരൊക്കെ വരുന്നത്. ധോണി ആയിക്കഴിഞ്ഞാലും മുഹമ്മദ് ഖൈഫ്, പിന്നീട് വന്ന യുവരാജ് സിംഗ്, അതായത് 2014 ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന ഗംഭീർ. ഈ ടീമിൻ്റെ കോർ രൂപപ്പെടുന്നത് ഈ സീനിയർ ടീമിൻ്റെ കൂടെ നിന്നിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ഈ ഒരു മോൾഡിങ് പ്രോഗ്രസ് ഉണ്ടായേക്കണത്. പക്ഷെ ഇപ്പൊ സംഭവിക്കണത് എന്താണ്? ഇപ്പൊ കോഹ്ലിൻ്റെയും രോഹിത് ശർമ്മയുടെയൊക്കെ അതേ അർത്ഥത്തിലുള്ള ആ സച്ചിൻ്റെയും ഗാംഗുലിയുടെയൊക്കെ സീനിയോറിറ്റീനെ ഏത് രീതിക്ക് ഇന്ത്യൻ ടീമിനെ ആ രീതിക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സിറാജ് ആയിക്കഴിഞ്ഞാലും ഷമി ആയിക്കഴിഞ്ഞാലും ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളേഴ്സ് എന്ന് നമുക്ക് പറയാവുന്ന ആളുകളാണ്. ഇവരെ രണ്ടുപേരെയും വേണേൽ ഇപ്പം അവർ ഫോം ഔട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു സമയത്ത് അവർക്ക് ഏറ്റവും പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയിരുന്നു ഈ സിംബാബ്വെ പര്യടനം. സ്വാഭാവികമായിട്ട് അവരെ പരിഗണിക്കണമായിരുന്നു എന്നുള്ളൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായം. അയാളുടെ പര്യടനത്തിലും വേണം അവരെ പരിഗണിക്കാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ഈ BCCI ആയിക്കഴിഞ്ഞാലും സെലക്ടർമാരായാലും ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ പ്രതിഭാധാരാളിത്തം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ലഘൂകരിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു തരത്തിൽ വെറുതെ അനാവശ്യ പരീക്ഷണം. അപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പ്രത്യേകിച്ച് പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പം സൂര്യവംശിയെ കളിക്കാൻ ഇറക്കി. സൂര്യവംശിയെ സംബന്ധിച്ച് സൂര്യവംശി IPL ഭയങ്കര ഒരു സ്റ്റാറായി. ഞാൻ പറഞ്ഞ കളിക്ക് പുറത്തോ ഭയങ്കരമായിട്ടൊരു ഇന്ത്യയുടെ ഭാവി ടെണ്ടുൽക്കറെന്നോ ഒക്കെ പറയണതിനകത്തേക്ക് നമ്മൾ അയാളെ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അയാളെ സംബന്ധിച്ച് IPL പോലെയല്ല ഇന്റർനാഷണൽ ക്രിക്കറ്റ്. അവിടെ ആ ഫോമാറ്റിന് വ്യത്യാസമുണ്ട്, ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയവും സാവകാശം കൊടുക്കണം. 15 വയസ്സൊരു പയ്യനാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ IPL പോലും ഔട്ടായതിനു ശേഷം അയാൾ ഭയങ്കര വികാരാധീനനാവുന്നത്. അത് അയാളുടെ പ്രായത്തിൻ്റെയാണ്. മാനസികമായിട്ടും ഈ ഒരു കളിക്കാരന് മാനസികമായിട്ടും ഒരു കരുത്തോടെ വേണം. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു കളിക്കാരൻ ഇന്റർനാഷണൽ ലെവലിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം സൂര്യവംശിക്ക് കിട്ടിയോ എന്നുള്ളൊരു കാര്യം പ്രശ്നമുണ്ട്. ഒന്നത്. രണ്ട്, ഇപ്പോൾ സഞ്ജു ആ ഒരു T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ സീരീസ് ആയി ഇന്ത്യൻ ടീമിനെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യനെ വിജയത്തിയിട്ട് നയിച്ച് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആണെന്ന് നമുക്കൊരു സംശയമില്ല. പിന്നീട് 2-3 കളി പരാജയപ്പെടുമ്പം വെറുതെ കറിവേപ്പില എടുത്ത് മാറ്റണ പോലെ ഒരു സാധനം ഉണ്ടല്ലോ. അത് നമ്മളൊരു കാരൻ്റെ ആത്മവിശ്വാസത്തെ ഭയങ്കരമായിട്ട് ചെയ്യും. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ T20 ക്യാപ്റ്റനാണ്. അയാൾ ഫോം ഔട്ടാണ്, ഓക്കെ. പക്ഷെ അയാളുടെ പ്രതിഭയിലോ അയാളുടെ കഴിവിലോ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാറുന്നു? ക്യാപ്റ്റൻസിന്ന് മാറ്റി നിർത്തിയിട്ട് അയാൾക്കൊന്ന് അയാളെ സ്വന്തം ഒന്ന് സെറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കാറുന്നു. അങ്ങനെയൊക്കെയുള്ള ഇവരുടെ തീരുമാനങ്ങളിൽ പ്രശ്നമുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈ സൂര്യവംശീനെ സഞ്ജുവിന് പകരം ഇറക്കണ സമയത്ത് ഇന്ത്യയുടെ സെലക്ടർ നവമാനവജ പോയിട്ട് നെറ്റ്സിൽ പോയി പറഞ്ഞതൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഈ ഇന്ത്യൻ ടീമിൻ്റെ ഈ ടീം സെലക്ഷനിലടക്കം പണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അതിലടക്കമുള്ള ഈ പ്രശ്നങ്ങൾ നമ്മളീ പറയുന്ന എന്താ പറയുക പൊന്മുട്ടയിടുന്ന താറാവിനെ ഇങ്ങനെ കൊല്ലണ രീതിയിട്ടായി മാറുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയരേണ്ട ഒരു സമയമായി. ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ഉണ്ട്. ഒപ്പം ചില പ്രത്യേക പരിഗണനകൾ, പൊളിറ്റിക്സ് വല്ലാണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ പിടിമുറുക്കി എന്നുള്ളത് അത് ആരോപണം മാത്രമല്ല, അത് നമുക്ക് ഓരോ ദിവസവും തെളിയുകയാണ്. സഞ്ജുവിൻ്റെ കാര്യം എപ്പോഴും നമ്മൾ പറയുമ്പോഴേക്കും മുഹമ്മദ് ഷമി എന്ന ബൗളറെ കൂടി മറന്നു പോരുതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ തുടക്കത്തിൽ ദിവിനെ സൂചിപ്പിച്ചു, ഇന്ത്യക്ക് എക്കാലവും മികച്ച പേസ് ത്രയങ്ങളുണ്ടായിരുന്നു. കപിൽ ദേവിൻ്റെ കാലത്താണെങ്കിൽ മനോജ് പ്രഭാകർ അടക്കമുള്ളവരുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരികയാണ് ധോണിയുടെ കാലത്താണെങ്കിൽ 83 ലോകകപ്പ് ഓടുമ്പോൾ ബൽബീന്ദർ സിംഗ് സന്ധു, കപിൽ ദേവ്, റോജർ ബിന്നി, മദൻലാൽ, മോഹീന്ദ്ര അമർനാഥ് പേസ് ചെയ്യണം. മീൻസ് ഇംഗ്ലണ്ടിലെ അന്ന് ഏറ്റവും പേസിന് അനുകൂലമായ പിച്ചിലാണ് ഇന്ത്യ 83 ലോകകപ്പ് അടിക്കണേ. അന്നെന്ന് വെച്ചാൽ പേസ് ബാറ്ററികളാണ് ലോകകപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്.
ഇപ്പം വെസ്റ്റ് ഇൻഡീസിനായാലും എല്ലായിടത്തും മീൻസ് നമ്മുടെ അന്ന് തൊട്ടേ നമുക്ക് വിശ്വസിക്കാവുന്ന പേസ് ബോളേഴ്സ് ഉണ്ടായിരുന്നു. ധോണിയുടെ കാലത്തേക്ക് വരുമ്പോൾ അത് ഇഷാന്ത് ശർമ്മയിലേക്ക് വരുന്നുണ്ടായിരുന്നു, സഹീർ ഖാൻ ഉണ്ടായിരുന്നു, ധോണി സൗരവ് ഗാംഗുലിയുടെ കാലത്ത് തുടങ്ങുന്നതാണിത്, എങ്കിൽ പോലും അത് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ രോഹിത് വിരാട് കോഹ്ലിയുടെ ഒക്കെ കാലം വരുമ്പോൾ നമുക്ക് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിലേക്ക് സിറാജ് കൂടി വന്നപ്പോഴാണ് അത് നമ്മൾ കാലങ്ങളായിട്ട് തുടർന്ന് വന്നത് ത്രയത്തിലേക്ക് അത് എത്തുന്നത്. പക്ഷേ ജസ്പ്രീത് ബുംറ ഏതൊക്കെയോ കാരണങ്ങളാൽ അദ്ദേഹത്തിന് മാറ്റി നിർത്തപ്പെടുന്നു, പരുക്കും മറ്റു കാരണങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. ഷമിയെ പക്ഷേ അതൊന്നും ഇല്ലാതെ മാറ്റി നിർത്തപ്പെടുകയാണ്. ഷമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോകകപ്പുകൾ കഴിഞ്ഞ 3 ഏകദിന ലോകകപ്പുകൾ എടുത്താൽ ആ 3 ഏകദിന ലോകകപ്പുകളും ഒരേപോലെ പെർഫോം ചെയ്ത് 17, 14, 24 വിക്കറ്റ്. അതാണ് അദ്ദേഹത്തിന് ടാലി എന്ന് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യക്ക് നേടുന്ന മത്സരം നിർണായകമായ പങ്കുവച്ച താരമാണ്. പക്ഷേ അദ്ദേഹം ഒരു വർഷമായിട്ട് ഇന്ത്യൻ ടീമിലില്ല. അദ്ദേഹം കളിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. അദ്ദേഹത്തെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? കുറേ റീസൺ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പരിക്കുണ്ട്, 100% ഫിറ്റ്നസോടുകൂടി കിട്ടുന്നില്ല എന്നാണ്. പക്ഷേ ഷമി ഗതികെട്ട് 9 മാസം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ പറയുകയുണ്ടായി, എനിക്ക് പരിക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആരാണ് പറയുന്നത്? അത് എന്നോടാണോ ഞാനാണോ ചെന്ന് പറയേണ്ടത് ഞാൻ ഓക്കെ ആണോ എന്നുള്ളത്? എന്നോട് അന്വേഷിക്കുകയല്ലേ. പിന്നെ എന്താണ് 4 ദിവസം മാച്ച് കളിക്കുന്നത്, അതായത് രഞ്ജി ട്രോഫി അടക്കം കളിക്കുന്ന എനിക്ക് ഒരേ ദിനം കളിക്കാനാണോ പാട് എന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. ഒരു മാധ്യമത്തിന് മുന്നിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ പേരെയൊക്കെ അവിടെയൊക്കെ എവിടെയൊക്കെയോ മാറ്റി നിർത്തി കുറേ പേരെയൊക്കെ കൊണ്ടുവന്ന് പരീക്ഷിച്ച് താല്പര്യം. അതിൽ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് പറയുമ്പോഴേ ഏറ്റവും ഒടുവിൽ ഷെഡ്ജെ എന്ന് പറയുന്ന ഒരു താരം, അദ്ദേഹം മുംബൈയിൽ തുടങ്ങിയൊരു താരമാണ്. ഒറ്റ വർഷം കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് വരികയാണ് IPLൻ്റെ. അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് 7 മാച്ച് മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. ലിസ്റ്റ് എ ക്രിക്കറ്റ് 9 മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. ബാറ്റിംഗ് ആവറേജ് ഫസ്റ്റ് ക്ലാസ്സിൽ 50, ലിസ്റ്റ് എയിൽ 13. പക്ഷേ അദ്ദേഹം എങ്ങനെയൊക്കെയോ കാരണത്താൽ നേരെ ഇന്ത്യൻ ടീമിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു വാദഗതിക്കും ഒരുപക്ഷെ ഇതിനെ അറിയായിരിക്കും. മുമ്പൊക്കെ ഈ 90കളുടെ ക്രിക്കറ്റ് കാണുമ്പോൾ നമ്മൾ പറയാറുണ്ടായിരുന്നു യുവതാരങ്ങൾക്ക് അവസരമില്ല ഇന്ത്യൻ ടീമിൽ എന്തായാലും. പക്ഷേ ഇവിടെ യുവതാരങ്ങളെ കൊണ്ട് നിറയ്ക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അന്ന് ആഭ്യന്തര ക്രിക്കറ്റിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് യുവതാരങ്ങളുണ്ട്. അടക്കം ഇത് കിട്ടിയിട്ടില്ല അവസരം. നമുക്കതുപോലെ അനന്തപത്മനാഭൻ കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു പ്രധാന താരമായി മാറേണ്ട ബൗളറാണ്. അദ്ദേഹത്തിന് മാറ്റി നിർത്തപ്പെട്ടു പോയൊരു താരമാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്കറിയാം ജലക് സക്സേന. ഈ നമ്മൾ ഇന്ത്യയിൽ A ക്ലാസ് ക്രിക്കറ്റാണ് പരിഗണിക്കണമെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു താരമാണ് ജലക് സക്സേന. അയാൾ കേരളത്തിന് വേണ്ടി എത്രയോ വിക്കറ്റുകൾ എല്ലാ സീസണിലും ടോപ്പ് വിക്കറ്റ് ടേക്കറായിരുന്നു. അത്യാവശ്യം ബാറ്റിംഗ് ചെയ്യും. അപ്പം ഞാൻ പറയണത് ഇത് IPL മാത്രം ഫോക്കസ് വന്നൊരു പ്രശ്നമാണ്. അപ്പം IPL മാത്രമല്ല, IPL 12 വിക്കറ്റ് ഉണ്ട് കഴിഞ്ഞ സീസണിൽ ഷമിക്ക്. അദ്ദേഹം ആഭ്യന്തര ദുലീപ് ട്രോഫിയിലും രഞ്ജി ട്രോഫിയിലും അടക്കം വിക്കറ്റ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഷമിയെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് സംഭവിക്കുന്നത് പൊളിറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമാണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഈ ഗംഭീറിനെതിരെ ഇപ്പോൾ കാര്യമായിട്ട് നന്നായി വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ KL രാഹുലിൻ്റെ വിഷയം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് അത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് പോലും അറിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ ഒരു താരത്തിനെ ഒരു ഏതെങ്കിലും ഒരു പൊസിഷനിൽ മാത്രം ഉറപ്പിച്ചെടുത്താതെ മറ്റ് പലയിടത്തും കളിപ്പിക്കുകയും അങ്ങനെ അവർക്കൊരു ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷമിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് നമുക്ക് ആ ലോകകപ്പ് തോറ്റ സമയത്ത് ODI ലോകകപ്പ് എന്തോ തോറ്റ സമയത്താണ് മോദി വന്നിട്ട് ഷമി അന്ന് നന്നായി പെർഫോം ചെയ്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത് 21 വിക്കറ്റ്. 2011 കപ്പ് നേടുമ്പോൾ 21 വിക്കറ്റ് ഉണ്ട് സഹീറിന്. പിന്നെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും നല്ല ലോകകപ്പ് ഫാസ്റ്റ് ബോളിംഗ് പെർഫോമൻസ് തന്നെ തോന്നുന്നു എനിക്ക്. അന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ വന്ന് കെട്ടിപ്പിടിച്ച് നന്നായിട്ട് പിന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം സങ്കടപ്പെടേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്ഷമയാണ് പിന്നീട് അദ്ദേഹം എന്തായി എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. അതിൽ എന്തൊക്കെ പൊളിറ്റിക്സ്. അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു പോരാളി തന്നെയാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ കരിയറിൽ പ്രശ്നങ്ങൾ തിരിച്ചടി ഭയങ്കരമായിട്ട് പരുക്കുകൾ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അതിജീവിച്ച് വന്ന ഒരു താരമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ടീമിലിടം കിട്ടുന്നില്ല. ഒരുപക്ഷെ 35 വയസ്സുകാരനായ ഷമി ഇന്ത്യയുടെ അവസാന മത്സരം കളിച്ച് കഴിഞ്ഞോ എന്ന് പോലും സംശയം വരികയാണ്. അല്ല, ഇത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ BCCIനെ സംബന്ധിച്ച് ഇതൊരു ഫസ്റ്റ് സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം നമ്മൾ ചരിത്രം എടുത്തു നോക്കൂ. സച്ചിൻ ടെണ്ടുൽക്കറിന് മാത്രമാണ് മാന്യമായിട്ടുള്ള റിട്ടയർമെന്റ്. ഞാൻ പറയാം, മീൻസ് അദ്ദേഹത്തിനെ പോലും അതെ. നമ്മൾക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു മാന്യമായ റിട്ടയർമെന്റ് കിട്ടിയ കളിക്കാരൻ ഒരു പരിധി വരെ സച്ചിൻ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഗംഭീർ അടക്കം എന്നെ ടീമിൽ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു ഫീലിൽ സംസാരിച്ച ഒരാളാണ്. 2 വീരേന്ദ്ര സെഹ്വാഗ്, മറ്റേ യുവരാജ് സിംഗ്,
നമ്മൾ എടുത്തു നോക്കിയാൽ ആ ഒരു നീതി കിട്ടിയ എത്ര പ്ലേയേഴ്സ് ഉണ്ട് ഇന്ത്യൻ നമ്മളത് കരുതിയിരുന്നു, ധോണിക്ക് അത് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. ധോണിക്ക് പോലും ശരിക്കും അങ്ങനെ ഒരു മാച്ച് കിട്ടിയില്ലല്ലോ. ധോണി ക്യാപ്റ്റൻ കൂൾ എന്നുള്ള ആ രീതിയിൽ ആഘോഷിക്കപ്പെട്ട് അദ്ദേഹമാണ് പലരുടെയും റിട്ടയർമെന്റിന്റെ ഇത് ഒഴിവാക്കിയെന്നൊക്കെ പറഞ്ഞ വലിയ ആരോപണങ്ങളൊക്കെ വരുന്ന സമയം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പരമ്പരക്കിടയിൽ വെച്ച് മടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ വിരാട് കോഹ്ലിയിലേക്ക് ക്യാപ്റ്റൻസി. വലിയ ടോപ്പ് ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമിനെയാണ് ഗ്രഗ് ചാപ്പലിനെ പോലെ ഒരു പരിശീലകനെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ ടീമിനകത്തേക്ക് കൊണ്ടുവരികയും ഗാംഗുലിയുടെ ക്യാപ്റ്റൻസി പോവുകയും ഒക്കെ വന്നിട്ട് ഒരു ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ടീമെന്ന് നമുക്ക് പറയാവുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ ഫോമാറ്റിലും, ഇപ്പോൾ ടെസ്റ്റ് ആയിക്കഴിഞ്ഞാലും വൺ ഡേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും, ഇപ്പോൾ നമുക്കറിയാം ഇപ്പം ടെസ്റ്റ് കളിക്കാൻ ശേഷിയുള്ള എത്ര യുവതാരങ്ങൾ ഉണ്ടെന്നുള്ള എനിക്ക് അതിനകത്ത് ഒരാളുടെ പേര് എനിക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റും. അത് ഗില്ല് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ഇതിനകത്ത് ടെസ്റ്റ് കളിക്കാൻ ആ അർത്ഥത്തിൽ ടെക്നിക്കലി സൗണ്ടഡ് ആയിട്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ഈ 2024 ഇംഗ്ലണ്ടിനെതിരെ പരമ്പരയിൽ കുറച്ച് പേർക്ക് വിശ്രമം നൽകിയ കുറേ പേരെ പരീക്ഷിച്ചിരുന്നു. സർഫറാസ് ഖാനെ പരീക്ഷിച്ചിരുന്നു, ധ്രുവ് ജുറേലിനെ പരീക്ഷിച്ചിരുന്നു, ആകാശ് ദീപിനെ പരീക്ഷിച്ചു, രജത് പട്ടീദാർ ഉണ്ടായിരുന്നു. രജത് പട്ടീദാർ പിന്നെ ഇപ്പോൾ T20 അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട് അതേ പ്രകടനം കൊണ്ട്. ദേവദത്ത് പടിക്കൽ, ഇവരൊന്നും പിന്നെ കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദാരുണമായ. അതായത് ഒരു IPL കഴിയുമ്പോൾ ഒരുപാട് താരങ്ങൾ വരുന്നു, പിന്നീട് അത് പോയി അടുത്ത IPL വേറെ കുറെ താരങ്ങൾ വരുന്നു. ജയ്സ്വാൾ അദ്ദേഹവും അർഹിക്കുന്ന ഒരു പരിഗണന ഇന്ത്യൻ ടീമിൽ കിട്ടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചെറുപ്പക്കാർ കൂടിപ്പോയതാണോ ഇന്ത്യൻ ടീമിന്റെ പ്രശ്നം, അതോ ഒരു മിക്സ് ഉണ്ടാക്കാൻ ഇപ്പോഴും ഇന്ത്യൻ ടീമിന് കഴിയാത്തതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് T20 തോൽവിക്ക് ഏകദിനം വരുമ്പോൾ നമ്മൾ പകരം വീട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ചേട്ടന്മാർ വരുമ്പോൾ പകരം വീട്ടും. പക്ഷേ ആദ്യ മത്സരത്തിൽ ദയനീയമായിട്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പരാജയപ്പെടുന്നു. പക്ഷേ അത് ഗില്ലിന്റെ മികവിൽ നമ്മൾ ജയിച്ചു തുടങ്ങുന്ന ശേഷമാണ് 2 മത്സരങ്ങൾ. അതിൽ മൂന്നാമത്തെ മത്സരം തീർച്ചയായിട്ടും ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിലായി പോയി. ലോർഡ്സിൽ 387 റൺസ് അടിച്ചു കൂട്ടുന്നു ഇന്ത്യൻ. എന്നിട്ട് രോഹിത് ശർമ്മയുടെ ഒരു പോരാട്ട വീര്യം കണ്ടു. മിസ്റ്റർ ചേസ് എന്ന് പറയുന്ന വിരാട് കോഹ്ലി ഒന്ന് പൊരുതി നോക്കി. പക്ഷെ അദ്ദേഹത്തിനും അവസാന ഘട്ടത്തിൽ പക്ഷേ ഇവർ മടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ കളി ജയിപ്പിക്കാൻ തക്ക ഒരാളില്ല. മിഡിൽ ഓർഡർ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? അതെന്തുകൊണ്ട് ഈ BCCI പോലെ ഒരു പ്ലെയറിനെ ഈ ഇന്ത്യൻ ടീം ചുമക്കണേ എന്തിനാന്നുള്ളത് വലിയ. ഇപ്പൊ ശ്രീകാന്ത് അടക്കം പഴയ കളിക്കാരെല്ലാം ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രമാത്രം പഴയ കളിക്കാര് ഇന്ത്യൻ ടീം സെലക്ഷനെയും ഇന്ത്യയുടെ ഈ രീതികളെയും വിമർശിക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിരൂക്ഷമായിട്ടുള്ള വിമർശനം പഴയ കളിക്കാരെല്ലാവരും ഉയർത്തുന്നുണ്ട്. ഇതുവരെ എന്താ പറയുക, തിരുത്തുക എന്നുള്ളൊരു സമീപനത്തിയിട്ടല്ല പോണെങ്കിൽ നമ്മളീ സംബന്ധിച്ച് പരീക്ഷണങ്ങൾ എന്താ പറയുക, ഇപ്പം 2020 ലോകകപ്പ് ജയിച്ച ഒരു ടീം അതിൻ്റെ ഏറ്റവും അയർലൻഡിന് പറഞ്ഞ പോലെ ഈ ഒരു ക്രിക്കറ്റിൽ T20 ഒരു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ദിവസമാണ്, ആ ദിവസത്തിൽ ചിലപ്പോൾ അയർലൻഡ് ഇന്ത്യയെ തോപ്പിച്ചിരിക്കും. പക്ഷെ ഒരു പരമ്പരയിൽ തോക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ഒരു സിംഗിൾ ഡേ മാച്ചിൽ തോക്കണ പോലെ അല്ലാതെ. ഈ ഇംഗ്ലണ്ടിനെതിരെ ഇപ്പോൾ ആ മത്സരം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അതിൽ രോഹിത് ശർമ്മ 138, ഗില്ല് 77, വിരാട് കോഹ്ലി 74. അതിനുശേഷമുള്ള സ്കോർ നോക്കിയേ, അത് ഇഷാൻ കിഷന്റെ സ്കോർ അത് വെറും 14, ശ്രേയസ് അയ്യർ ഒന്നുമില്ല 0. അതിന് താഴെ പിന്നെ KL രാഹുൽ 12. അദ്ദേഹത്തിന് എവിടെ പ്ലേസ് ചെയ്യണമെന്നില്ല പ്രശ്നം നേരത്തെ തന്നെ ഗംഭീറിനെതിരെ വരുന്ന വലിയ വിമർശനങ്ങളിലൊന്നാണത്. അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ, ഗുർനൂർ ബ്രാറ, പിന്നെ അങ്ങോട്ട് പോകുന്നൊക്കെ വളരെ പരിതാപകരം. അതായത് മിഡിൽ ഓവറിൽ നിന്ന് അങ്ങോട്ട് പണ്ടൊക്കെ നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു, മിഡിൽ ഓവറും വരെ ധോണി വരെ വരുന്ന സാഹചര്യം സ്വാഭാവികമായിട്ടും. പിന്നെ രണ്ടാമത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച പ്രധാന കാര്യം സ്പിൻ ബോളിംഗിലെ മൂർച്ച കുറവ്. നേരത്തെ പറഞ്ഞല്ലോ, അനന്തപത്മനാഭൻ പോലും ഇന്ത്യൻ ടീമിലേക്ക് എത്തപ്പെടാൻ പറ്റാത്ത തരത്തിൽ റിച്ച് ആയിരുന്നു ഇന്ത്യൻ സ്പിന്നെങ്കിൽ ഇത്തവണ കുൽദീപ് യാദവിന് പോലും കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. അങ്ങനെ ഒരു വജ്രായുധം ഇരുന്നിട്ട് പോലും. പിന്നെ രവീന്ദ്ര ജഡേജ, അശ്വിൻ യോഗം മാറിക്കഴിഞ്ഞാൽ ഇനിയിപ്പം നേരത്തെ പറഞ്ഞ ഹർഷ് ദുബെ അടക്കമുള്ള താരങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ നിലവിലെ ഉള്ള മൂർച്ച ഇന്ത്യൻ സ്പിന്നിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞോ ശരിക്കും? അല്ല, അത് ഞാൻ പറഞ്ഞ പിച്ച് ഇവിടെ നമ്മൾ എവിടെ നിന്നാണ് ഇപ്പം ഈ IPL ഇപ്പം ഞാൻ പറയും ഉദാഹരണത്തിന് IPL ബുംറയ്ക്ക് പോലും ബുംറയുടെ ഒരു എന്താണോ ബുംറയുടെ സ്ട്രോങ് ഏരിയ അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അത്ര ഫ്ലാറ്റായിട്ടുള്ള പിച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു ബൗളറെ സംബന്ധിച്ച് എന്താ പറയുക, ബൗളറെ സംബന്ധിച്ച് ശവപ്പറമ്പാണ് IPLന്റെ പിച്ചുകൾ. അപ്പം അവിടെ എങ്ങനെയാണ് ഒരു സ്പിൻ ബൗളർ അയാളെങ്ങനെ പ്രൂവ് ചെയ്യുക? ഇന്ത്യയിലെ എല്ലാ ബാറ്റ്സ്മാൻമാർക്കും പ്രൂവ് ചെയ്യാൻ പറ്റും ഒരു പരിധിവരെ. പക്ഷെ ഒരു സ്പിൻ ബൗളർക്ക് പ്രൂവ് ചെയ്യാൻ എങ്ങനെ പറ്റും? അവന് പ്രൂവ് ചെയ്യണമെങ്കിൽ അവൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിനകത്താണ് അവന് പെർഫോം ചെയ്യാൻ കൂടുതൽ സ്പേസ് ഉള്ളത്. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, അതല്ല ഇപ്പം മാനദണ്ഡം. ബെഞ്ച് മാർക്ക് IPL ആയി മാറി. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ പിച്ചുകൾ ഇപ്പം നമ്മുടെ ഇത് ഒരു പരിധിവരെ ബാറ്റ്സ്മാൻമാർക്കും പ്രശ്നമാണ്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഏറ്റവും ഗംഭീരമായി സ്പിന്ന് കളിക്കുന്ന ബാറ്റ്സ്മാൻമാരാണ്. പക്ഷെ ഇപ്പം നമ്മൾ കാണാൻ തുടർച്ചയായിട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ സ്പിന്നിന് മുമ്പിൽ പതറുന്നുണ്ട്. അത് നമ്മളിപ്പം സഞ്ജു പോലും നമ്മളീ പറയുമ്പോൾ പോലും സഞ്ജു പോലും സ്പിന്നിന് മുമ്പിൽ പതറണം ഒരുപാട് വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പം ഇത് തിരിച്ചറിയണേ എന്താണ് ആഭ്യന്തര ക്രിക്കറ്റ് കൂടുതൽ ശക്തിപ്പെടുക, ഗ്രൗണ്ടുകൾ മീൻസ് പിച്ചുകൾ ആ രീതിക്ക് ബൗളർക്കും, ഞാൻ പറഞ്ഞൊരു ബൗളർ ഫ്രണ്ട്ലി ആക്കണം എന്നല്ല, പക്ഷെ ബൗളർക്കും ബാറ്റ്സ്മാനും ഒരുപോലെ അങ്ങനത്തെ ആ ഒരു രീതിക്ക് പിച്ചൊരുക്കണം പോലും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അപ്പം ഇതിങ്ങനെ പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പം ഈ നമ്മൾ കണ്ട പരമ്പരാഗതമായിട്ട് പന്ത് ടേൺ ചെയ്യിക്കാനും ഒക്കെ ശേഷിയുള്ള അത്തരത്തിലുള്ളൊരു പരമ്പരാഗത സ്പിന്നേഴ്സ് മാറിയിട്ട് എന്താ പറയുക, ഈ റെഡിമെയ്ഡ് സ്പിൻ പരിപാടി ഉണ്ടല്ലോ, ഈ സ്ഥലത്തേക്ക് ഉള്ള മീൻസ് പാർട്ട് ടൈം ബോൾ ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം അത് മതിയല്ലോ. അതായത് ഒരു 4 ഓവർ ബോൾ ചെയ്യണം, ഒരു 6 റൺ 7 റൺ ഒരു 12 റൺ വരെ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പം ആ ഒരു സംഭവം ഉള്ള രീതിയിട്ട് ഈ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് IPL മാറുന്നുണ്ട്. അപ്പോൾ ഇത് ദീർഘകാല ഇതിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് നാശമാണ്. അത് നമ്മൾ മനസ്സിലാക്കും. ഇപ്പം ഇംഗ്ലണ്ടിലാണെങ്കിൽ കൗണ്ടി കളിക്കാനുണ്ട് അവർക്ക്, അവർ കൗണ്ടി വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൗണ്ടിയിൽ ശരിക്കും നമ്മൾ എന്താ പറയുക, ആ ഒരു എന്താണോ ക്രിക്കറ്റിൻ്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ്, ആ ഒരു സ്ഥലത്തെ കീപ്പ് ചെയ്ത് കൂടെ കുറച്ചുകൂടെ കളി നടക്കുന്ന സ്ഥലമാണ് കൗണ്ടി. അപ്പം ഈ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു വലിയ സ്ഥലം ഉണ്ടായിരുന്നു, അത് നമ്മൾ മിസ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ കൊമേഴ്ഷ്യൽ സാധനങ്ങൾക്ക് പിന്നെ കുടുങ്ങി പോകണം. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത്തരം എന്താ പറയുക, ഇപ്പോൾ ടെസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ടെസ്റ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 4 കൊല്ലത്തെ സ്റ്റാറ്റിസ് എടുത്ത് നോക്കിയ ടെസ്റ്റിൽ നമ്മൾ അതുപോലെ പെർഫോം ചെയ്യുന്നില്ല. നമ്മൾ ഭയങ്കര ഇപ്പൊ എത്ര അപകടത്തിലല്ലേ നമ്മൾ WTC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നമ്മളിപ്പോൾ അടുത്ത നമ്മൾ ഈ സിംബാബ്വെ പര്യടനം കഴിഞ്ഞാൽ പോകുന്ന ശ്രീലങ്കയിലേക്ക് 2 ടെസ്റ്റുകൾ വരുന്നത്. പക്ഷെ അത് ക്രൂഷ്യലാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അതെ, 2 ജയിച്ച് നമുക്ക് പോയിന്റ് നില ഭദ്രമാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം ഇന്ത്യ ടെസ്റ്റ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഡിസംബറിൽ ന്യൂസിലൻഡിൽ പോയിട്ടാണ്. അത് വലിയൊരു സമ്പൂർണ്ണ പരമ്പരയാണ്. ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ 5 T20 അല്ലെങ്കിൽ അത്ര തന്നെ ഏകദിനങ്ങളും 3 ടെസ്റ്റും അടക്കമുള്ള സമ്പൂർണ്ണ 2 ടെസ്റ്റ് സമ്പൂർണ്ണ പര്യടനമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അടുത്ത സിംബാബ്വെക്കെതിരാണ്, ശ്രീലങ്കയിൽ പോയി 2 ടെസ്റ്റ് കളിക്കുന്നു. വെസ്റ്റ് ഇൻഡീസ് പിന്നീട് ഇങ്ങോട്ട് വരികയാണ്. 3 ഏകദിനവും, അത് ആദ്യ മത്സരം തിരുവനന്തപുരത്താണ് കേട്ടോ. 5 T20 മത്സരങ്ങളുണ്ട്. പിന്നീട് ഇന്ത്യ ന്യൂസിലൻഡിലേക്ക് പോകുന്ന സമ്പൂർണ്ണ ഈ സമ്പൂർണ്ണ പര്യടനം T20 ഏകദിനം ടെസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഡിസംബറിൽ ശ്രീലങ്ക ഇങ്ങോട്ട് വന്ന് വീണ്ടും ഏകദിനവും 20 കളിക്കുകയാണ്. ജനുവരിയിൽ സിംബാബ്വെ ഇന്ത്യയിലേക്ക് വരികയാണ്. അതിന് പിന്നാലെ ഓസ്ട്രേലിയ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവർ കൂടുതൽ വിദേശത്തേക്ക് പോയി കളിക്കാൻ ശ്രമിക്കുന്നില്ല. എല്ലാം സബ് കോണ്ടിനെന്റിൽ കിടന്ന് കളിക്കുക. നേരത്തെ നമുക്ക് വിദേശങ്ങളിൽ ഒരുപാട് ത്രിരാഷ്ട്ര പരമ്പരകൾ പങ്കെടുക്കുമായിരുന്നു. ഇപ്പം ഓസ്ട്രേലിയ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറെ നാറ്റോസ് ട്രോഫി ഒക്കെ നമുക്ക് ഒരുപാട് ടൂർണമെന്റുകളുണ്ട്. പക്ഷെ ഇപ്പൊ അത്തരം സംഭവങ്ങളില്ല. ഈ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ കളി വെക്കുമ്പം അതിന് കിട്ടണ ഒരു കൊമേഴ്ഷ്യൽ സാധനം അത് ചിലപ്പം വേറൊരു സ്ഥലത്താർത്ത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഇന്ത്യ കൂടുതൽ വേദികൾക്ക് ഹോസ്റ്റ് ആവണതിൽ ഒരു കൊമേഴ്ഷ്യൽ താല്പര്യം കൂടെ ഒരു പരിധി വരെ ചിലപ്പോൾ നമുക്ക് ഗാലറി ഫുള്ളല്ലേ, കൊമേഴ്ഷ്യൽ താല്പര്യം വലിയ രീതിക്ക് നമ്മുടെ ക്രിക്കറ്റിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതിൽ എനിക്ക് ഒരു തർക്കവുമില്ല. അപ്പൊ അതിന്റെ റിഫ്ലക്ഷനോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ടീം സെലക്ഷനിലും ഇപ്പം വൈഭവ് സൂര്യവംശി ഒരു ഐക്കണായി കഴിയുമ്പം വൈഭവ് സൂര്യവംശി എന്നുള്ള ഐക്കണെയാണ് അത് നടക്കുമ്പോൾ എന്ത് ചെയ്യണം. അതായത് ഇന്ത്യ എ ത്രിരാഷ്ട്ര ടൂർണമെന്റ് ശ്രീലങ്ക എന്താ അത് സോണി ടെലികാസ്റ്റ് ചെയ്യാൻ കാരണം വൈഭവ് സൂര്യവംശി ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ കച്ചവടമായി മാറിയിരിക്കുന്നു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇത്രയും പര്യടനത്തിന്റെ കഥ പറഞ്ഞല്ലോ, നമ്മൾ ഏതിലെങ്കിലുമൊക്കെ ജയിക്കാനുള്ള സാധ്യത അവസാനം ആ ചോദ്യത്തിലേക്ക് തന്നെ വന്നല്ല. പിന്നെ സിംബാബ്വേയുടെ പര്യടനത്തിലെ ഒരു വേറൊരു പ്രത്യേകത ഉണ്ട്. VVS ലക്ഷ്മണനാണ് കേട്ടോ ഇന്ത്യയുടെ കോച്ച്, പരിശീലനം. അപ്പോൾ അദ്ദേഹം മറ്റേ ഗംഭീർ തൽക്കാലം ഒന്ന് അവധി എടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഗംഭീറിന് ശരിക്കും വലിയ സമ്മർദ്ദം ഉണ്ട് തോന്നുന്നു, നന്നായിട്ട് സമ്മർദ്ദം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറി ഇനി ലക്ഷ്മണിന് കീഴിൽ ഇറങ്ങുന്ന ഒരു ഇന്ത്യയെ കാണുന്നത് ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ വിജയിക്കാൻ സാധ്യത ഉണ്ടോയെന്ന് വെച്ചാൽ ഇന്ത്യ അയർലൻഡിനോട് തോറ്റപ്പോൾ നമുക്ക് ഒരു ഭയമുണ്ട്. ശരിക്ക് ഇന്ത്യയെ തോൽപ്പിക്കാൻ പോകുന്ന ടീമുകളൊക്കെ ഇപ്പോൾ സിംബാബ്വെ ആണെങ്കിൽ പോലും ഉണ്ട്. സിക്കന്ദർ ഹാസയെ പോലുള്ള ഓൾറൗണ്ടർ ക്യാപ്റ്റനാണ് അവർക്കുള്ളത്. മുസർബാനിയെ പോലുള്ള താരങ്ങൾ അവിടെ അതാണ് പറഞ്ഞത്. അത്രയും നല്ല താരങ്ങൾ അവിടെ ഉള്ള ഒരു സംഗതി കൂടെ. അവർ T20 ലോകകപ്പിൽ ഓസ്ട്രേലിയ കണ്ടൊക്കെ പരാജയപ്പെടുത്തി വരുന്ന ആ രീതിയിൽ അവർക്ക് വലിയ റെക്കോർഡൊക്കെ ഉണ്ട്. സിക്കന്ദർ ഹാസയിലും വെസ്ലി മദവേര അവരും ബാറ്റും ചെയ്യും ബോളും ചെയ്യും. കീപ്പർ അതെ, അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ പരമ്പരയുടെ ശക്തികളാ. അതെ, വിക്കറ്റ് കീപ്പർ എന്ന് പറയുമ്പോൾ സിഗ ഉണ്ട്, പിന്നെ അദ്ദേഹമാണ് ഉള്ളത്. പിന്നെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറൗണ്ടർമാരുടെ ഒരു പ്രളയമാണ്. 1, 2, 3, 4, 5,
6-7 ഓൾറൗണ്ടർമാരുടെ അവരുടെ ലിസ്റ്റിൽ തന്നെ കാണുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും വലിയ വെല്ലുവിളി ഉയർത്തും ഈ പരമ്പര എന്താണ്. സിക്കന്ദർ ഹാസൻ പറയുന്നത് അതാണ്, ഇന്ത്യയും സിംബാബ്വേയും തുല്യ ശക്തികളുടെ പോരാട്ടം എന്നുള്ള രീതിയിലാണ് അവരും കാണുന്നത്. അങ്ങനെ അപ്പോൾ എത്തി അവസാനം. ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മത്സരത്തിൽ ഇന്ത്യക്കൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാനിപ്പം പറയുന്നത്. ഈ ഒരു പരമ്പര തീർച്ചയായിട്ടും ഇന്ത്യക്ക് തൂത്തുവാരാനൊരു സാധ്യത ഉണ്ട് എങ്കിലും. ശരിക്കും പറഞ്ഞാൽ ഇവൻ ഈ അവസാനമായിട്ട് നമുക്ക് പറഞ്ഞു നിർത്താൻ വേണ്ടി നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം എന്താണ് ശരിക്കും? അല്ല, രക്ഷപ്പെടണതിൽ പ്രശ്നമില്ല. ഞാൻ പറയേണ്ടത് ഇത് കളിക്കാരുടെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. ഇത് ഈ ടീം മാനേജ്മെന്റിന്റെയും BCCIയുടെയും മാത്രം പ്രശ്നമാണ്. കാരണം ഒരു ടീം ഒരു ടീം ഗെയിമാണ്. ഒരു ടീം എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു ടീമായിട്ട് ഒരു കുറേ ഇൻഡിവിജ്വൽസ്, ഇപ്പം ഞാൻ പറയാം സച്ചിൻ, ഗാംഗുലി, സെവാഗ്, ലക്ഷ്മൺ എന്ന് പറയുന്ന ഏറ്റവും പ്രതിഭാധനരായിട്ടുള്ള കളിക്കാർ, അവരൊരു ടീമായിട്ട് ഒരു മോൾഡ് ചെയ്ത് കൊണ്ടുവരണം. അതിൻ്റെ ഒപ്പം അന്ന് ധോണി, യുവരാജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാരെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ടീം. അപ്പം അതിനിടയ്ക്ക് വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോഴും എന്തുണ്ട്, നമുക്കൊരു ബെഞ്ച് ഉണ്ടായിരുന്നു, സ്ട്രോങ് ബെഞ്ച്. അത്ര വലിയ പ്രാധാന്യമില്ലാത്ത മത്സരങ്ങൾക്ക് നമ്മൾ ആ ബെഞ്ചിനെ പ്രയോജനപ്പെടുത്തി അവർക്ക് അവസരം കൊടുത്തു, അതിൽ പെർഫോം ചെയ്തൊരു പിന്നെ ടീമിൻ്റെ ഭാഗമായി മാറി. ഇങ്ങനെയൊക്കെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ചുമ്മാ കാടടയ്ക്കണ പോലെ കുറേ പേരെ പിടിച്ച് നീ അങ്ങോട്ട് മാറിക്ക്, നീ ഇങ്ങോട്ട് കയറിക്ക്, ആ ഒരു രീതിക്ക് സെലക്ഷൻ നടത്തുന്നത് ഭയങ്കര അബദ്ധമാണ്. ഇപ്പോൾ എന്തൊക്കെ പറയുമ്പോഴും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇപ്പോഴും ഇന്ത്യൻ ടീമിലെ 2 പില്ലേഴ്സ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കം ഉണ്ടാവില്ല. അവർക്ക് പ്രായത്തിൻ്റെതായ പോരായ്മകളുണ്ടാവും. ചിലപ്പോൾ T20 നമ്മൾ ആഗ്രഹിക്കുന്ന വേഗത്തിലോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷേ 1 ഡേ ഫോമാറ്റിലും ടെസ്റ്റ് ഫോമാറ്റിലും ഇപ്പോഴും അവർ പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അവരുടെ ആ എക്സ്പീരിയൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ടീം ഫോർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അബദ്ധം. നമ്മൾ IPL മാത്രം ബേസ് ചെയ്തിട്ട് ടീം സെലക്ഷൻ നടത്തി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് വന്നുപോയ പ്ലേയേഴ്സ് കൊണ്ടൊരു 4 ടീമിനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് ഗുണം ചെയ്യുമോ? ഏത് ഘട്ടത്തിലാണ് ഇന്ത്യൻ ടീമിൽ ഇങ്ങനെ പരീക്ഷണം ഉണ്ടായത്? ചെറുപ്പക്കാർക്ക് അവസരം കിട്ടാത്ത കാലമൊക്കെ ഉണ്ട്, ശരിയാണ്. പണ്ട് നമ്മൾ പറയുമായിരുന്നു ഒരു പ്രാവശ്യം ഒരു 100 അടിച്ചാൽ പിന്നെ 10 കളിയിൽ ഒന്നും അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ അപ്പോൾ പോലും എന്തുണ്ട്, ഒരു നമ്മൾ ഇപ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം തന്നെ. ഇപ്പം ഒരു ഓപ്പണിംഗ് ഫസ്റ്റ് ഡൗൺ, സെക്കൻഡ് ഡൗൺ തീർന്നു. അങ്ങനെയാണ് നമുക്കൊരു T20ക്കകത്തോ ഒരു ഏകദിന ഫോമാറ്റിലോ കളിക്കാൻ പറ്റുക. ഇപ്പം അതൊരു ഭയങ്കര മനോജ് പ്രഭാകരനെ പോലുള്ള ബൗളർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അല്ലേ? ബാറ്റ്സ്മാനായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ പറഞ്ഞ ഇവർ കുറച്ചുകൂടെ കൂടി ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പം ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ ഈ പൊന്മുട്ട ഇടുന്ന താറാവിൻ്റെ കാര്യം തന്നെ എനിക്ക് ഒന്നുകൂടെ ആവർത്തിക്കാനുള്ളൂ. പൊന്മുട്ടയുടെ താറാവിനെ നമ്മൾ വളർത്തുക എന്നുള്ളതാണ് ബുദ്ധി. അല്ലാതെ അതിനെക്കൊണ്ട് കൂടുതൽ മുട്ട ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ട ഒരു ദിവസം നിൽക്കും. ഈ ഒരു തിരിച്ചറിവ് എത്രയും പെട്ടെന്ന് ഉണ്ടാകുക. ആ തിരിച്ചറിവ് ചിലപ്പോൾ ഈ പര്യടനത്തിൽ ഉണ്ടായെങ്കിൽ ഒരു പക്ഷേ സിംബാബ്വേയിലും പരാജയപ്പെടുകയാണെങ്കിൽ BCCIക്ക് അങ്ങനെ മാറി ചിന്തിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയം ഉന്നയിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ഇതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ ഒരു വഴിത്തിരിവ് തന്നെയായിരിക്കും സിംബാബ്വെ പര്യടനം. മുമ്പൊക്കെ നമ്മൾ ഏകപക്ഷീയമായിട്ട് നേടേണ്ട ഒരു പരമ്പരയായിരുന്നു, വിശ്വസിക്കാമായിരുന്ന പരമ്പരയായിരുന്നു. പക്ഷേ എപ്പോഴും അതല്ല, വലിയ വെല്ലുവിളികൾ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ജയിച്ചേ പറ്റൂ. പുതിയ ഒരു പരിശീലകൻ ജസീം സൂചിപ്പിച്ച പോലെ വിവേസ് ലക്ഷ്മൺ ഇനി എന്ത് മാജിക്ക് പോകും എന്നതാണ് ഒരു പക്ഷേ ഈ പരമ്പരയിലെ ഒരു കൗതുകമായിട്ട് നമുക്ക് നോക്കി കാണാവുന്നത്. എന്തായാലും അടുത്ത 3 ദിവസങ്ങളിൽ മത്സരങ്ങളുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ടാക്ടിക്സിൽ കാണാം. നമസ്കാരം.